Hi friends, welcome to a new video from English with SC. കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ ഇന്ന് നമുക്ക് സാധാരണയായി നാം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി ഭാഷാ നൈപുണ്യമൊന്നും ഇല്ലാത്തവർക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോൾ ഹലോ, താങ്ക് യു, നോ, ഇറ്റ്സ് നോട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ഫ്രേസുകൾ, വേർഡ്സുകളൊക്കെയാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇതിനോടൊപ്പം ഒരു എക്സസൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അത് മറക്കാതിരിക്കുക. ക്ലാസ് കണ്ടാലുടൻ തന്നെ ആ എക്സസൈസുകളുടെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഇതിനു മുമ്പ് ഇതേപോലെ ഒരു ക്ലാസ് ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണണേ. എന്നിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ആദ്യം കാണുന്നവരോട് സെയിങ് ഹലോ ഹലോ പറയാറില്ലേ? അപ്പോൾ ആ ഹലോ എന്ന് പറയുന്നതിന് പകരം ഹായ് ഹായ് എന്ന് ഗ്രീറ്റ് ചെയ്യാം അല്ലേ? ഹായ് ദയ, ഹായ് ദയ, ഗ്രീറ്റിംഗ്. ഇപ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ പറയുന്നതിന് പകരമായിട്ട് ഗ്രീറ്റിംഗ്. ഗുഡ് ടു സീ യു, കണ്ടതിൽ വളരെ സന്തോഷം. ഗുഡ് ടു സീ യു. ലോങ് ടൈം നോ സീ, കണ്ടിട്ട് കുറേ ആയല്ലോ. ലോങ് ടൈം നോ സീ. ഹൗ ആർ യാ, യു അല്ല യാ, ഹൗ ആർ യാ, ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ, അതാണ് ഹൗ ഡു യു. ഹൗ ആർ യു ഫീലിംഗ് ടുഡേ എന്ന് നിങ്ങൾക്ക് എങ്ങനെ എന്ത് പറയുന്നു? ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? അപ്പോൾ ഹലോ എന്ന് പറയുന്നതിന് പകരം ഹേ ദയ, ഗ്രീറ്റിംഗ്, ഗുഡ് ടു സീ യു, ലോങ് ടൈം നോ സീ, ഹൗ ആർ യാ, ഹൗഡി, ഹൗ ആർ യു ഫീലിംഗ് ടുഡേ എന്നൊക്കെ നമുക്ക് പറയാം. ഇനി അടുത്ത നമുക്ക് വെൽ ഡൺ, ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമുക്ക് പറയാവുന്നതാണ് യു ആർ റിയലി ഇംപ്രൂവിങ്. ഒത്തിരി മാറ്റമുണ്ട്, നിങ്ങൾക്ക് ഒത്തിരി പുരോഗതിയുണ്ട്. യു ആർ റിയലി ഇംപ്രൂവിങ്. യു ഡിഡ് ഇറ്റ് ദാറ്റ് ടൈം, യു ഡിഡ് ഇറ്റ് ദാറ്റ് ടൈം. ഐ എം ഇംപ്രസ്ഡ്, എനിക്ക് ഒത്തിരി സന്തോഷമായി എന്നാണ്. ഐ എം ഇംപ്രസ്ഡ്. ട്രമൻഡസ്. Well, look at you go. Good for you. Marvelous. Way to go. Okay. Well done എന്ന് പറയുന്നതിന് പകരമാണ് ഇപ്പം നമ്മൾ പറയുന്നത്. You are really improving. You did it that time. I'm impressed. Tremendous. Well, look at you go. Good for you. Marvelous. Way to go. അതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പറയും ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഓർ ഐ തിങ്ക് ഇറ്റ്സ് ബാഡ്, ഐ തിങ്ക് ഹി വിൽ കം, ഇങ്ങനെയൊക്കെ പറയില്ലേ? അപ്പോൾ ഐ തിങ്ക് എന്ന് പറയുന്നതിന് പകരമായിട്ട് ദ വേ ഐ സീ തിങ്സ് ഈസ് ദാറ്റ്, കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ദ വേ ഐ സീ തിങ്സ് ഈസ് ദാറ്റ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, as far as I am concerned. As far as I can tell, as far as I can tell. In my point of view, in my point of view. To my way of thinking, to my way of thinking. I honestly believe that. I honestly believe that. It's my belief that. It's my belief that. If you ask me, if you ask me. അതായത് ഐ തിങ്ക് എന്ന് പറയുന്നതിന് പകരമാണ് ദ വേ ഐ സീ തിങ്സ് ഇസ് ദാറ്റ്. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, ആസ് ഫാർ ആസ് ഐ can tell, in my point of view, to my way of thinking, I honestly believe that. It's my belief that. If you ask me. ഇനി നമുക്ക് നമ്മൾ വളരെ നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സേ യു ആർ വെൽക്കം എന്ന് പറയാറില്ല, യു ആർ വെൽക്കം. അത് പറയുന്നതിന് പകരം യു ഗോട്ട് ഇറ്റ്, ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഗ്ലാഡ് ടു ബി എനി അസിസ്റ്റൻസ്, നോട്ട് അറ്റ് ഓൾ.
ഇതൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളും ഫ്രേസുകളൊക്കെയാണ്. പക്ഷേ നമുക്കിത് ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. മൈ പ്ലഷർ, ഇറ്റ്സ് സോൾ ഗ്രേവി, കൂൾ, certainly. You got it? Don't mention it. Glad to be any assistance. Not at all. My pleasure. It's all gravy. Cool. Certainly. എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോഴേ നോ പറയില്ലേ, വേണ്ട അതിപ്പം എനിക്ക് വേറെ സംഭവമുണ്ട്, നോ താങ്ക്സ്, ഐ ഹാവ് അനദർ പ്ലാറ്റ്ഫോം ദേ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, നോ എങ്ങനെയാണ് നമുക്കവിടെ പറയാൻ പറ്റുന്നത് നോക്കാം. നോ താങ്ക്സ്, ഐ ഹാവ് അനദർ ഐഡിയ. I had love it but can't. I wish I could make it work. Maybe another time. I'm sorry. I'm busy. I'm already booked. That's not going to work for me. ഒരു കാര്യം പറ്റില്ല അല്ലെങ്കിൽ നോ എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ് നമ്മളിപ്പോൾ പറയുന്നത്. നോ താങ്ക്സ്, I have another. I would love it but can't. I wish I could make it work. Maybe another time. I'm sorry. I'm busy. I'm already booked. That's not going to work for me. Okay? അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ചെറിയ ചെറിയ വാക്കുകൾ, വേർഡ്സുകൾ, ഫ്രേസുകളൊക്കെ ഉപയോഗിച്ച്, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും താങ്ക് യു എന്നുള്ള കാര്യം ഉപയോഗിക്കാറുണ്ട് അല്ലേ, നന്ദി പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയാം? ചിയേഴ്സ്. അതെപ്പോഴും കേൾക്കാറുണ്ടല്ലോ, പക്ഷേ നമ്മളത് ഉപയോഗിക്കാൻ മറന്നു പോകാറുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലൊരു ക്ലാസ് ഉദ്ദേശിച്ചത്. ചിയേഴ്സ്. താങ്ക്സ് എ ടൺ ഫോർ ഹെൽപ്പിംഗ് ഔട്ട്. സഹായിച്ചതിന് 1000 നന്ദി പറയാണ്. താങ്ക്സ് എ ടൺ ഫോർ ഹെൽപ്പിംഗ് ഔട്ട്. വേർഡ്സ് കാൻറ്റ് ഡിസ്ക്രൈബ് ഹൗ താങ്ക്ഫുൾ ഐ ആം. വാക്കുകൾക്ക് അതീതമാണ് എങ്ങനെ താങ്കളോട് നന്ദി പറയണം എന്നാണ് പറയുന്നത്. വേർഡ്സ് കാൻറ്റ് ഡിസ്ക്രൈബ് ഹൗ താങ്ക്ഫുൾ ഐ ആം. ഓൾ മൈ ലവ് ആൻഡ് താങ്ക്സ് ടു യു. ഓൾ മൈ ലവ് ആൻഡ് താങ്ക്സ് ടു യു. ഐ കാൻ താങ്ക് യു എനഫ്. I can't thank you enough. Many thanks. That's so kind of you. That's so kind of you. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടുള്ളത് ഹലോ പറയുന്നതിന്, അതുപോലെ തന്നെ വെൽ ഡൺ പറയാൻ, വെൽക്കം പറയാൻ, അതുപോലെ നോ പറയാനായിട്ട് ഐ തിങ്ക് എന്ന് വെച്ചിട്ട് പറയാൻ, അതുപോലെ ലാസ്റ്റിൽ നമ്മൾ താങ്ക് യു പറയാൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സസൈസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്, ഇപ്പം ഞാൻ പറയാണ്, എനിക്ക് നിങ്ങളോട് വളരെയധികം നിങ്ങളോട് ഇതിനുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാനാകില്ല, ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറയുമ്പം എന്താണ് എന്ന് നിങ്ങൾക്ക് ചോദിച്ചാൽ പറയാൻ പറ്റുമല്ലോ. വേർഡ്സ് കാൻ ഡിസ്ക്രൈബ് ഹൗ താങ്ക്ഫുൾ ഐ ആം. അങ്ങനെ ഒരു 5 സെൻറ്റൻസാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ചിന്തിക്കുന്ന, ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ചിന്തിക്കുന്ന വഴി എന്തെന്നാൽ അതായിരിക്കും നല്ലത്. ഞാൻ ചിന്തിക്കുന്ന വഴി എന്തെന്നാൽ അതായിരിക്കും നല്ലത്. അടുത്തത്, എന്നെ സഹായിച്ചതിൽ നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നു, ഒത്തിരി സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു താങ്കൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്, ഒത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നീട്, ഒത്തിരി ധൃതിയുണ്ട്, അതുകൊണ്ട് സോറി, എനിക്ക് പറ്റില്ല എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറ്റൊരു ദിവസമാകാം, മറ്റൊരു ദിവസമാകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ്, എക്സസൈസ് ക്ലാസ് കണ്ടാൽ ഉടൻ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളുമായി ഉടൻ തന്നെ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.